Hello my dear friends, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റ് ആണ്. ഈ സ്വീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറും രണ്ട് ചേരുവകൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് നെയ്യോ ഷുഗറോ എണ്ണയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് ഡേറ്റ്സ് ഒന്ന് കുരു കളഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സിന് ഓരോന്ന് കുരു കളഞ്ഞ് നമുക്കിത് മിക്സിയിലൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായി നമുക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി വേണം. ഇത് നന്നായി വറുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കുറച്ച് ബദാം വേണം. ബദാമും ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരച്ച് വെച്ച കുറച്ച് ഡേറ്റ്സിന് ഒരു പകുതി എടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന ബദാം കൂടിയും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. കണ്ടോ ഇതുപോലെ. ഇനി അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം തികച്ച ഓപ്ഷനിലാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് ഈ തേങ്ങയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതൊന്നും കൂടി ചേർത്താൽ നമുക്ക് ആ തേങ്ങയുടെ ഒരു ബൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ബാക്കി വച്ചിരിക്കുന്ന ഡേറ്റ്സ് അരച്ചതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമ്മൾ ബദാം ചെയ്ത പോലെ തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. ഈ വട്ടത്തിൻ്റെ വലിപ്പവും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുത് ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. കണ്ടോ. ഇനി ഇതും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ തേങ്ങയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തേങ്ങ വെച്ച് പൊതിഞ്ഞെടുക്കുന്നത് തികച്ച ഓപ്ഷനിലാണ്. വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ സാരമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനിയൊരു കാര്യം എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബദാം ഈ കപ്പലണ്ടി വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പലണ്ടിയും വെച്ചിട്ടും ബദാം വെച്ചിട്ട് 2 രീതിയിൽ സ്വീറ്റ് റെഡിയാക്കിയത്. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടോ അത് വെച്ച് റെഡിയാക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്ത് റെഡിയാക്കി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ സ്വീറ്റ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ എല്ലാവരും കണ്ടല്ലോ. വെറും 2 ചേരുവ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു മായമില്ലാതെ റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.